മംഗല്യസൂത്രം ഭാഗം 9. രചന സംഭാഷണം രുദ്രപ്രിയ. മോളിങ്ങനെ അന്തിച്ചു നിൽക്കാതെ, നമ്മുടെ കൂട്ടത്തിൽ ബ്യൂട്ടീഷ്യൻ ഉണ്ട്. ഗീത അകത്തേക്ക് നോക്കി മിനിയെ വിളിച്ചു. എൻ്റെ ആങ്ങളയുടെ മോളാണ്. ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഇവളെ കൂടെ കൂട്ടും. എപ്പോഴാണ് അത്യാവശ്യം വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. മോളിങ്ങി വാ. ഗീത വരദയുടെ കയ്യും പിടിച്ച് നേരെ റൂമിനുള്ളിലേക്ക് പോയി. ബാലചന്ദ്രൻ മണവാളനെ പോലെ ഒരുങ്ങിയിറങ്ങി. ഗണേശനും ഗോപിയും വിമലയും രാധ ടീച്ചറും ഉണ്ണിത്താൻ സാറും നേരത്തെ വീട്ടിലെത്തി. ബാലൻ പ്രത്യേകം പറഞ്ഞിരുന്നു വീട്ടിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് പോകാമെന്ന്. വർഷയും വിനയനും റെഡിയായി ഇറങ്ങി വന്നു. പക്ഷേ രണ്ടിൻ്റെയും മുഖത്ത് തെളിച്ചമില്ല. ആരും അതത്ര കണക്കാക്കിയില്ല. എടോ ബാല, ആ നിൽക്കുന്ന ശരത്തും സരയുവുമാണ് തൻ്റെ മക്കളായി ജനിക്കേണ്ടിയിരുന്നത്. അവരുടെ മുഖത്തെ സന്തോഷം നോക്ക്. ഉണ്ണിത്താൻ പറഞ്ഞപ്പോൾ ബാലനും അവിടേക്ക് നോക്കി. രണ്ടുപേരുടെയും മുഖത്ത് പൂത്തിരി കത്തിച്ച സന്തോഷമുണ്ട്. എന്നാൽ വർഷയുടെയും വിനയൻ്റെയും മുഖം കടന്നത് കുത്തിയതുപോലെയും. മാഷ പെങ്ങളുടെ മുഖത്തേക്ക് നോക്കി. സുഭദ്രയുടെയും ആദിയുടെയും യമുനയുടെയും മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്വന്തം മക്കൾക്ക് തന്നെ മനസ്സിലായില്ലെങ്കിലും മരുമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന സന്തോഷമായിരുന്നു ബാലന്. വിനയൻ്റെ മകൻ കേശു മുത്തച്ഛൻ്റെ അടുത്തേക്ക് വന്നു. ഇന്ന് മുത്തച്ഛൻ്റെ കല്യാണമാണോ? അച്ഛൻ പറഞ്ഞല്ലോ മുത്തശ്ശൻ്റെ കല്യാണമാണെന്ന്. ബാലൻ്റെ മുണ്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കേശു ചോദിച്ചു. ശരത്ത് വേഗം കുഞ്ഞിനെ കയ്യിലെടുത്തു. ചെറിയച്ഛൻ പറഞ്ഞു തരാം, മോൻ വാ. എടാ, നീ ഇങ്ങനെ നിന്നാൽ നേരം പോകും. വേഗം വാ ബാല, നമുക്ക് ഇറങ്ങാം. സുഭദ്ര ധൃതി കൂട്ടി. ആദിയുടെ കാറിലാണ് ബാലനും സുഭദ്രയും കയറിയത്. ബാക്കിയുള്ളവർ ഓരോരോ കാറിലായി ഇറങ്ങി തിരിച്ചു. രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ എത്തിയപ്പോൾ അവിടെ പെണ്ണിൻ്റെ വീട്ടുകാർ എത്തിയിട്ടില്ലായിരുന്നു. ഉണ്ണിത്താമാഷും ഗണേശനും കൂടി ഓഫീസിൽ ചെന്ന് കാര്യങ്ങളെല്ലാം തിരക്കി. ബാലമാഷേ, അവരുടെ നമ്പറുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്ക്. എന്താ ഇത്രയും ലേറ്റാവുന്നതെന്ന്? എൻ്റെ കയ്യിൽ അവരുടെ ഫോൺ നമ്പർ ഇല്ല മാഷേ, പെങ്ങളുടെ കയ്യിലാണ്. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ബാലൻ സുഭദ്രയുടെ അടുത്തേക്ക് ചെന്നു. പെങ്ങളെ, അവരെന്താ വൈകുന്നത്? ഒന്ന് വിളിച്ചന്വേഷിച്ച് നോക്കൂ. ഞാൻ വിളിച്ചായിരുന്നു ബാല, അവരെന്തോ ട്രാഫിക്കിൽ പെട്ടു പോയതാണ്. ഇപ്പോൾ ഇങ്ങെത്തും. പറഞ്ഞു തീരും മുമ്പ് ഒരു കാറും ട്രാവലറും രജിസ്റ്റർ ഓഫീസിന് വന്ന് നിന്നു. കാറിൽ നിന്ന് അച്യുതനും അംബികയും ഗീതയും ഹരിയും ഇറങ്ങി. അവർക്ക് പിന്നാലെ ഡോർ തുറന്നിറങ്ങി വരുന്ന വരദയെ കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പോയി. പട്ടുസാരിയിലും ആഭരണങ്ങളും അണിഞ്ഞ് വരദയെ കണ്ടപ്പോൾ ഇപ്പോൾ ഒരു 30 വയസ്സ്, അതിനപ്പുറം പറയില്ല. വരദയ്ക്ക് ആദ്യ ചളിപ്പായിരുന്നു ഈ പ്രായത്തിൽ ഇത്രയും മേക്കപ്പ് ചെയ്ത് ഇറങ്ങി വരിക എന്നത്. ഒരുപാട് നിർബന്ധം പറഞ്ഞതാണ് മിനിയോട്, പക്ഷെ അവരത് കേൾക്കാൻ തയ്യാറായില്ല. വർഷയുടെയും വിനയൻ്റെയും കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. ഏകദേശം 50 പവൻ്റെ സ്വർണമെങ്കിലും അവരിട്ടിട്ടുണ്ട്. സരയുവിനും യമുനയ്ക്കും സുഭദ്രയ്ക്കും ഒക്കെ സന്തോഷം കൊണ്ട് വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. അത്രമാത്രം സുന്ദരിയായിരുന്നു വരദ. സുഭദ്ര അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഇരു കൈകളും കവർന്നു. വാ മോളെ. ലേറ്റായപ്പോൾ വല്ലാതെ ഭയന്നു. സുഭദ്ര വരദയുടെ കയ്യും പിടിച്ച് മുന്നിലേക്ക് നടന്നു. ഗണേശൻ്റെയും ഗോപിയുടെയും ഉണ്ണിത്താൻ്റെയും ഒക്കെ അവസ്ഥയെ അത് തന്നെയായിരുന്നു. 40 വയസ്സ് പോയിട്ട് 35 വയസ്സ് പോലും കണ്ടാൽ പ്രായം തോന്നില്ല. സമയം കളയണ്ട, നമുക്ക് പെട്ടെന്ന് ചടങ്ങുകളിലേക്ക് കടക്കാം. രജിസ്ട്രാർ പറയുമ്പോൾ എല്ലാവരും ഓഫീസിനുള്ളിലേക്ക് കയറി. വരനും വധുവും ഒപ്പിടാനുള്ള കോളത്തിൽ ബാലചന്ദ്രനും വരദയും ഒപ്പിട്ടു. സാക്ഷിയുടെ കോളത്തിൽ ഉണ്ണിത്താനും ഹരിയും. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് നേരെ അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് പോയി. തിരുമേനിയുടെ കയ്യിൽ താലി പൂജിക്കാൻ കൊടുത്തിരുന്ന് ഇരുവരും നടയിൽ നിന്ന് പ്രാർത്ഥിച്ചു. 2 പേർക്കും പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. പരസ്പരം തുണയാവാൻ അനുഗ്രഹിക്കണേ ദേവി എന്ന് മാത്രമായിരുന്നു ബാലചന്ദ്രൻ്റെ പ്രാർത്ഥന. എന്നാൽ വരദയ്ക്ക് പ്രാർത്ഥിക്കാൻ അതുപോലുമില്ലായിരുന്നു. ആദ്യ വിവാഹത്തിൻ്റെ ഓർമ്മകൾ അവളുടെ കൺമുന്നിൽ മെഴുകോടെ തെളിഞ്ഞു വന്നു. യമുനയും സരയുവും വർഷയെ നിർബന്ധിച്ച് വിളിച്ച് വരദയുടെ പിന്നിൽ കൊണ്ട് നിർത്തി. തിരുമേനി പൂജിച്ച താലി അച്യുതൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് വാങ്ങി ബാലചന്ദ്രനെ ഏൽപ്പിച്ചു. അമ്പലത്തിൽ തൊഴാൻ വന്ന കുറച്ച് ആൾക്കാരും കൂടി ആ വിവാഹത്തിന് സാക്ഷിയായി. ഇലയിൽ നിന്നും അല്പം ചന്ദനം നുള്ളിയെടുത്ത് വരദയുടെ നെറ്റിയിൽ ചാർത്തി. അല്പം കുങ്കുമം നുള്ളി നെറുകയും ചുവപ്പിച്ചു. അപ്പോഴേക്കും ശരത്ത് 2 ഹാരം താങ്ങിയെടുത്ത് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. ഇരുവരും പരസ്പരം ഹാരവും അണിയിച്ചു.
അച്യുതൻ ബാലചന്ദ്രൻ്റെ കൈപിടിച്ച് വരദയുടെ കൈകളിൽ ചേർത്ത് പിടിച്ചു. അമ്പലം ചുറ്റി പ്രദക്ഷിണം വെച്ച് തൊഴുത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങിയതും സുഭദ്രയും ഉണ്ണിത്താനും അച്യുതൻ്റെയും അംബികയുടെയും അടുത്തേക്ക് വന്നു. ഇനി പ്രത്യേകിച്ച് ചെറുക്കൻ്റെ വീട് കാണൽ ചടങ്ങായിട്ട് ഒന്നും വേണ്ട. നമുക്ക് നേരെ ഇവിടുന്ന് തിട്ടമംഗലത്തേക്ക് പോകാം. അവിടെയാണ് സദ്യയ്ക്കുള്ള ഏർപ്പാടെല്ലാം ഒരുക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തിരികെ പോയാൽ പോരെ? സുഭദ്രയുടെ സ്നേഹപൂർവ്വമുള്ള ക്ഷണം നിരസിക്കാൻ അച്യുതനും അംബികയ്ക്കും ഹരിക്കും ഒന്നും കഴിഞ്ഞില്ല. എല്ലാവരും സന്തോഷത്തോടെ കാറിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. വരദയ്ക്ക് ബാലൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ അവളുടെ ഇടവും വലവും ശൂന്യമാണെന്ന് തോന്നി. അത്രയും നാൾ തൻ്റെ ഒപ്പം അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. എന്തിനും ഇന്നു മുതൽ മറ്റൊരു വീട്ടിലേക്ക്, പുതിയ ആൾക്കാർ, പുതിയ സാഹചര്യം. വീണ്ടും ഒരിക്കൽ കൂടി ഈ വേഷം കെട്ടേണ്ടി വരുമെന്ന് കരുതിയില്ല. ഇനിയും എന്തൊക്കെ വേഷങ്ങൾ ആടി തീർക്കാനുണ്ടെന്നും അവൾ ഓർത്തു. ബാലചന്ദ്രൻ്റെ മനസ്സും വല്ലാതെ അസ്വസ്ഥമായിരുന്നു. മക്കൾ ഇതുവരെ വരദയോട് സംസാരിക്കുന്നത് പോലും കണ്ടില്ല. അവരിനി എങ്ങനെയാവും പ്രതികരിക്കുമെന്ന് അയാൾക്കും ഭയമുണ്ടായിരുന്നു. എന്നാൽ ശരത്തിനെയും സരയുവിനെയും കുറിച്ച് ഓർത്തപ്പോൾ മനസ്സിലല്പം ആശ്വാസം തോന്നി. വരദ സീറ്റിൽ ചാരി കണ്ണുമടച്ച് കിടപ്പാണ്. അതുകൂടി കണ്ടപ്പോൾ മനസ്സ് കൈവിട്ടു പോയി ബാലൻ്റെ. അയാൾക്ക് ഇഷ്ടമില്ലാതെയാകുമോ ഈ വിവാഹം നടന്നത്? ഓരോരോ ആലോചനയിൽ ബാലചന്ദ്രനും ചേക്കേറി. തറവാട്ടിന് മുന്നിൽ കാറുകൾ ഓരോന്നോരോന്നായി അണിനിരന്നു. തലയെടുപ്പോടുകൂടി നിൽക്കുന്ന തിട്ടമംഗലം തറവാട് കണ്ടപ്പോൾ തന്നെ പെണ്ണു വീട്ടുകാരുടെ മനസ്സ് നിറഞ്ഞു. എല്ലാവരും സുഭദ്രയെ നിറഞ്ഞ പുഞ്ചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ചു. സുഭദ്ര നിലവിളക്കുമായി പുറത്തേക്ക് വന്നതും ശരത്ത് അവരുടെ കയ്യിൽ നിന്നും അത് വാങ്ങി വർഷയുടെ കയ്യിൽ കൊടുത്തു. വർഷ കണ്ണുരുട്ടി ശരത്തിനെ നോക്കിയെങ്കിലും ശരത്തിൻ്റെ ഒറ്റ നോട്ടത്തിൽ അവൾ മര്യാദക്കാരിയായി. ചിരിച്ച മുഖത്തോടുകൂടി വർഷ നിലവിളക്ക് അവരെ ഏൽപ്പിച്ചു. സുഭദ്രയും വിനയനുമൊക്കെ അത് കണ്ട് അന്താളിച്ചു പോയി. ഇവിടെ ഇപ്പോൾ എന്താ നടന്നതെന്നായി എല്ലാവരുടെയും മുഖത്ത്. വിജയൻ പതിയെ ശരത്തിനെയും കൂട്ടി അല്പം മാറി നിന്നതും ആദ്യം അവിടെ എത്തി. എടാ, നീ ഇതെങ്ങനെ ഒപ്പിച്ചു? അവളെ കൊണ്ട് നിലവിളക്ക് കൊടുപ്പിച്ചല്ലോ. നീയാണ് യഥാർത്ഥ ഭർത്താവ്. വിജയൻ മകനെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചു. കലക്കി അളിയ, അളിയനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ ആണുങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോഴേക്കും സുശീലയും അവിടെ എത്തി. മതിലിന് മുകളിലൂടെ മാത്രം പ്രത്യക്ഷപ്പെടാറുള്ള തല ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി നടന്നു വരുന്നത് കണ്ടപ്പോൾ ശരത്തിന് ചിരി വന്നു. കാര്യമെന്താണെന്ന് അറിയാനുള്ള ബത്തപ്പാട്ടിൽ വന്നതാണെന്ന് അച്ഛനും മകനും മനസ്സിലായി. എടാ മോനെ, നീ കൊല മാസാണ്. വന്ന അതേ ഫ്ലോയിൽ തന്നെ സുശീല മകനെ കെട്ടിപ്പിടിച്ചു. നീ ഇതെങ്ങനെ ഒപ്പിച്ചു? അമ്മേ, അമ്മാവൻ വീടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് വലിയാനായിരുന്നു അവളുടെ പരിപാടി. അടുക്കള ഭാഗത്തു കൂടി വലിയാൻ നോക്കിയവൾക്ക് നേരെ വന്നു ചാടിയത് എൻ്റെ മുന്നിലായിരുന്നു. അതിനു മുമ്പ് ഞാൻ കേട്ടു സുഭദ്ര അമ്മായി പറയുന്നത്. വർഷമോള് നിലവിളക്ക് കൊടുത്ത് കയറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന്. അത് കേട്ടുകൊണ്ടാണ് ഇവൾ വലിഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. നീ ഇതെവിടേക്കാ? അത് പിന്നെ കുഞ്ഞു സരയുവിൻ്റെ കയ്യിലിരിക്കുകയാണ്. മോളെ പോയി എടുത്തു വരാൻ പോകുന്നതാണ്. അപ്പോൾ നീ എന്തായാലും അങ്ങോട്ട് പോകണ്ട. നീ ആദ്യം പോയി നിലവിളക്ക് കൊടുത്ത് അവരെ സ്വീകരിക്കാൻ നോക്ക്. ഞാൻ കൊടുത്താലേ നിലവിളക്കും കൊണ്ട് കയറൂ എന്നൊന്നുമില്ലല്ലോ. അമ്മായി കൊടുത്താലും മതി. എനിക്കിപ്പോൾ പറ്റില്ല. അന്നത്തെ അടി ഓർമ്മയുണ്ടല്ലോ. അന്ന് നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. വീട് നിറയെ ആൾക്കാരാണ്. അത് ആലോചിച്ച് വേണം എന്നോട് മറുപടി പറയാൻ. ഒന്നുമില്ലെങ്കിലും നിന്റെ അച്ഛൻ്റെ വിവാഹമാണ്, അത് ഓർമ്മ വേണം. എല്ലാ കാര്യത്തിലും നിങ്ങൾ മക്കൾ ഒരുമിപ്പോടെ തന്നെ നിൽക്കണം. അതുകൊണ്ട് എൻ്റെ കൈയുടെ അളവ് കവിളിൽ വരുത്താതെ മര്യാദയ്ക്ക് പോയി നിലവിളക്ക് വാങ്ങിക്കൊടുക്ക്. മുഖം വലിച്ചു കയറ്റി ഇഷ്ടക്കേട് എന്തെങ്കിലും കാണിച്ചാൽ അപ്പോൾ നിൻ്റെ കവിള് പുകയും. അതുകൊണ്ട് മോള് ചെല്ലാൻ നോക്ക്. ശരത്ത് പറഞ്ഞു നിർത്തിയതും അമ്മയും അച്ഛനും ആദിയും പൊട്ടിച്ചിരിച്ചു. എന്നാലും അളിയ ഇത്രയും ടെററാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആദി സന്തോഷം കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ഭാര്യയെ തല്ലി അണത്തം കാണിക്കുന്നതല്ല ആദി, പക്ഷെ ചില സമയങ്ങളിൽ അടക്കി നിർത്താനെങ്കിലും നമ്മൾക്ക് കഴിയണം. മക്കൾ രണ്ടുപേരും കൂടി മുൻകൈയെടുത്ത് നടത്തി കൊടുക്കാനുള്ള വിവാഹമാണ്. ആ മനുഷ്യൻ ഇത്രയും കാലം മക്കൾക്ക് വേണ്ടി ജീവിച്ചതാണ്. അതെങ്കിലും ഇവറ്റകൾ മറന്നു പോകരുത്. നിലവിളക്കുമായി വരദ അകത്തേക്ക് കയറിയപ്പോൾ സരയുവും യമുനയും കൂടി അവളെ പൂജാമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹരിയും ഗീതയും അച്യുതനും അംബികയും എല്ലാം വീട്ടിനുള്ളിലേക്ക് കയറി. രാവിലെ ആയിരുന്നതുകൊണ്ട് എല്ലാവർക്കും ചായ സൽക്കാരം കഴിഞ്ഞു. ചായയും കുടിച്ച് അല്പസമയം വിശ്രമിച്ചു. സ്ത്രീജനങ്ങൾ വീടും പരിസരവും ഒക്കെ ഓടി നടന്ന് കാണുന്ന തിരക്കിലും. നിലവിളക്ക് പൂജാമുറിയിൽ കൊണ്ടുവച്ച് വരദ തിരികെ ഹാളിലെ കസേരയിൽ കൊണ്ടിരുത്തി സുഭദ്ര. വരദ കയ്യിൽ നിന്നും 3 വളകൾ ഊരിയെടുത്തു.
അതിലൊന്ന് വർഷയുടെ കയ്യിൽ ഇട്ടുകൊടുത്തു. വർഷ അത് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു വള സരയുവിൻ്റെ കയ്യിലും മറ്റൊരു വള യമുനയുടെ കയ്യിലും ഇട്ടുകൊടുത്തു. ഇതൊന്നും വേണ്ടായിരുന്നു. എന്തിനാ മോളെ ഇതൊക്കെ? സുഭദ്ര ഇടയ്ക്ക് കയറി പറഞ്ഞു. അതൊന്നും സാരമില്ല സുഭദ്രയെ. സരയുവും വർഷയും അവർക്ക് രണ്ടുപേർക്കും ഓരോ വള അത് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ബാലന് ഇവർ മാത്രമല്ല ഒരു മോള് കൂടി ഉണ്ടെന്ന്, യമുന. അതുകൊണ്ട് എൻ്റെ മോൾ നിറഞ്ഞ സന്തോഷത്തോടു കൂടി തന്നെ തരുന്നതാണ്. സരയുവിനും യമുനയ്ക്കും വല്ലാത്ത സന്തോഷം തോന്നി. എന്നാൽ വർഷയ്ക്ക് വള കിട്ടിയതിൽ സന്തോഷവുമുണ്ട്. എന്നാൽ വരതയോടൊപ്പം ഇഷ്ടക്കേടുമുണ്ട്. ദൂരേക്ക് മാറി നിൽക്കുന്ന ശരത്ത് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അവളുടെ മനസ്സിലെന്താണെന്ന് വ്യക്തമായി അവന് പിടികിട്ടുകയും ചെയ്തു. മുറ്റത്ത് അലങ്കരിച്ചിരുന്ന പന്തലിൽ എല്ലാവർക്കുമുള്ള സദ്യ വിളമ്പി. പെണ്ണിനെയും ചെറുക്കനെയും കൊണ്ട് ബന്ധുക്കൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കഴിക്കാനിരുന്നത്. വരദയുടെ അടുത്തായി വർഷയും സരയുവും യമുനയും ഇരുന്നു. അച്ഛൻ്റെ അടുത്തായി നിർബന്ധിച്ച് തന്നെ വിനയനെയും ശരത്തിനെയും ആദിയെയും ഇരുത്തി. വിജയനും അച്യുതനും ഗീതയും അംബികയും സുഭദ്രയും എല്ലാവരും കൂടിയിരുന്ന് സന്തോഷത്തോടുകൂടി സദ്യ കഴിച്ചു. എല്ലാവരും സദ്യ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് മുറ്റത്ത് 3 കാറ് വന്ന് നിന്നത്. കാറിൽ നിന്ന് ഇറങ്ങുന്ന അതിഥികളെ കണ്ടപ്പോൾ എല്ലാവരും ഒരുപോലെ ഞെട്ടി. ആദ്യത്തെ കാറിൽ നിന്നും ജയനും ദേവിയും മാതുമോളും മഹേശ്വരി അമ്മയും കൂടി ഇറങ്ങി. പിന്നാലെ വന്ന കാറിൽ നിന്ന് സിദ്ധുവും രമ്യയും മാലതിയും കിച്ചുവും കൂടി ഇറങ്ങി. അതിൻ്റെ പുറകിൽ ഹരിയും ദത്തനും അമ്മുവും ഭവാനിയും ദേവകിയും. എല്ലാവരെയും കണ്ട് ബാലനും സുഭദ്രയും അതിഥികളുടെ അടുത്തേക്ക് നീങ്ങി. ക്ഷണം കിട്ടിയെങ്കിലും മാഷെ കറക്റ്റായിട്ടുള്ള വഴി അറിയാത്തത് കൊണ്ട് അല്പം ചുറ്റിക്കറങ്ങി വരേണ്ടി വന്നു. അതാണ് ഇത്രയും വൈകിയത്. ചടങ്ങൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണാനെങ്കിലും പറ്റിയല്ലോ. എന്തായാലും എൻ്റെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളെല്ലാവരും വന്നല്ലോ, അതുതന്നെ വലിയ സന്തോഷം. അവരെയും ക്ഷണിച്ചുകൊണ്ട് അകത്തേക്ക് കയറുമ്പോഴാണ് മാഷേ ഞങ്ങളും കൂടിയുണ്ട് എന്ന് പറഞ്ഞ് കാറിൽ നിന്ന് ചെറിയച്ഛനും ആൻറ്റോയും കുഞ്ഞിപ്പെണ്ണും ഗ്രേസിയും അവർക്ക് പിന്നാലെ ധാവണി ചുറ്റി സീതാലക്ഷ്മിയും ഇറങ്ങിയത്. എല്ലാവരും കൂടി അകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുമ്പോൾ മാഷിൻ്റെയും സുഭദ്രയുടെയും മനസ്സ് നിറഞ്ഞിരുന്നു.